ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്താൻ തയ്യാറാണോ എങ്കിൽ ജീവിതത്തിൽ ബറക്കത്തും ഐശ്വര്യവും നിലനിൽക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും ബറക്കത്തും സമാധാനവുമൊക്കെ നിലനിൽക്കാനുതകുന്നതായിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണുക, ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കാണുക. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നിലനിൽക്കണം. നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് വേണം, നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് വേണം, നമ്മുടെ വീട്ടിൽ ബറക്കത്ത് വേണം. നാം ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും ബറക്കത്തുണ്ടായിരിക്കണം. എങ്കിലേ നമുക്കൊരു സമാധാനമുള്ള, ഒരു റാഹത്തുള്ള, ഒരു സന്തോഷമുള്ള ജീവിതമുണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബറക്കത്തുണ്ടായിരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന് മുഖ്യമാണ്. വീട്ടിൽ ബറക്കത്തില്ല എങ്കിൽ മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ബറക്കത്തില്ലാത്ത വീടാണെങ്കിൽ ആ വീട്ടിൽ തുടരെ മരണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവൻ്റെ കയ്യിൽ സമ്പാദ്യമൊന്നുമില്ലാതെയായിരിക്കും. നമുക്ക് പറയാറുണ്ട് ഓട്ടക്കൈയാണ് എന്നൊക്കെ. അവൻ്റെ കയ്യിൽ അവന് നല്ല അധ്വാനിക്കുന്നുണ്ടാകും, നല്ല ശമ്പളം കിട്ടുന്നുണ്ടാകും, എല്ലാം ഉണ്ടാകും, പക്ഷെ അവൻ്റെ കയ്യിലൊന്നും ബാക്കിയുണ്ടാവുകയില്ല. അങ്ങനത്തെ ഒരവസ്ഥ വരുന്നത് വീട്ടിൽ ബറക്കത്തില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകാനും നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാനും വേണ്ട കാര്യങ്ങൾ നാം കൊണ്ടു നടക്കേണ്ടതുണ്ട്. 4 കാര്യങ്ങളാണ് പ്രധാനമായും ഇന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമത്തെ കാര്യം, നാം ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും ബിസ്മി ഉണ്ടായിരിക്കണം. ബിസ്മി ഇല്ലാതെ ഒരാളൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ ബറക്കത്തില്ല എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അതുകൊണ്ട് നാം എന്ത് നല്ല കാര്യം തുടങ്ങുകയാണെങ്കിലും ബിസ്മി ചൊല്ലണം. ഉദാഹരണം പറഞ്ഞാൽ, നാം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി ചൊല്ലിയിട്ട് ഇറങ്ങണം. അതുപോലെ തന്നെ വാഹനത്തിൽ കയറുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം. വണ്ടി ഷാർട്ടാക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം. ഇങ്ങനെ പെട്രോൾ അടിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം. എന്തെല്ലാം നല്ല കാര്യങ്ങൾ നാം ചെയ്യുന്നുണ്ടോ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമായി ബിസ്മിയെ നാം മാറ്റിയെടുക്കണം. എന്നാൽ ബറക്കത്തുണ്ടാവും. രണ്ടാമത്തെ കാര്യം, വലത്തേതിനെ നാം മുന്തിക്കണം. എന്ത് നല്ല കാര്യം ചെയ്യുകയാണെങ്കിലും വലത്തേതിനെ മുന്തിക്കണം. ഇടത് കാൽ മുന്തിക്കേണ്ട ചില അവസരങ്ങളുണ്ട്, അവിടെ ഇടത് കാൽ തന്നെ മുന്തിക്കണം. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വലത്തേതിനെ നാം മുന്തിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, നാം വസ്ത്രം കുളിയൊക്കെ കഴിഞ്ഞ് വസ്ത്രം മാറ്റുന്ന സമയത്ത് അടിവസ്ത്രമാണ് നാം ഇടുന്നതെങ്കിലും അതിലാദ്യം വലത്തേതിനെ മുന്തിക്കുക, തുടർന്ന് ബിസ്മി ചൊല്ലുക. വലത്തേതിനെ മുന്തിച്ച് ബിസ്മി ചൊല്ലുക. അടിവസ്ത്രമാണ് നാം ഇടുന്നതെങ്കിൽ ആദ്യം വലത് കാലിട്ടുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവിടെയും നാം ബിസ്മി ചൊല്ലണം. എന്നിട്ട് വലത്തേതിനെ മുന്തിക്കണം. ഇതുപോലെ ഷർട്ട് ഇടുന്ന സമയത്താണെങ്കിലും പാൻറ് ധരിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ വലത്തേതിനെ മുന്തിച്ചുകൊണ്ട് ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങിയാൽ അതിൽ ബറക്കത്തുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ തന്നെ ബറക്കത്തുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, പരസ്പരം കണ്ടുമുട്ടുമ്പോൾ, മുസ്ലിമീങ്ങളാണോ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അതൊരു പ്രാർത്ഥനയാണ്. നിനക്ക് അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. തുടർന്ന് അവൻ ഇങ്ങോട്ടും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് എന്ന് സലാം പറയുമ്പോൾ നിനക്കും അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്നുള്ള ഒരു സലാമിൻ്റെ പ്രാർത്ഥന, അത് നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടക്കണം. അതുപോലെ തന്നെ എല്ലാ സമയത്തും നാം അല്ലാഹുവിനോട് പ്രാർത്ഥന നടത്തണം എല്ലാ കാര്യങ്ങളിലും. അതുപോലെ 5-ാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നാം അൽഹംദുലില്ലാ എന്നുള്ള ദിക്റിനെ പതിവാക്കണം. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അൽഹംദുലില്ലാ എന്നുള്ള ദിക്ർ. അതിനെ നാം ഒരിക്കലും ഒഴിവാക്കി പോകരുത്. നമുക്ക് ഒരാളെടുത്തു നിന്ന് ഒരു
സംഗതി കിട്ടിയാൽ, ഒരാൾ എന്തെങ്കിലും ഒരു വസ്തു നമുക്ക് തന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയണം. നാം വളരെയധികം ജോലി ചെയ്ത് അധ്വാനിച്ച് നമുക്കൊരു മാസമാകുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് ഉടമസ്ഥൻ മുതലാളി നമുക്ക് പണം തരുന്ന സമയത്ത് അൽഹംദുലില്ലാ പറയണം. അവിടെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ, അതല്ലേ അവൻ എനിക്ക് തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നിട്ട് കാര്യമില്ല. അൽഹംദുലില്ലാ പറയണം. എല്ലാ കാര്യത്തിനും കിട്ടിയാൽ അൽഹംദുലില്ലാ പറയണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കാൻ തയ്യാറാണോ എങ്കിൽ നമുക്ക് ബറക്കത്തുണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ ഒരു സുഖം നമുക്ക് അനുഭവിക്കാൻ കഴിയും. എല്ലാവരോടും സലാം പറയുക, അൽഹംദുലില്ലാ പതിവാക്കുക, വലത്തേതിനെ മുന്തിക്കുക, ബിസ്മി ചൊല്ലുക, പ്രാർത്ഥന നടത്തുക. അത് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാത്തിനും നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം നാം പ്രാർത്ഥിക്കണം. മുത്തുനബിയോട് ഏറ്റവും പ്രാർത്ഥനയ്ക്കുത്തരം ലഭിക്കുന്ന സമയം ഏതാണ് എന്ന് മുത്തുനബിയോട് ചോദിക്കുമ്പോൾ അവിടുന്ന് മുത്തുനബി പറഞ്ഞു കൊടുക്കുന്നത് 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥന, അതുപോലെ തന്നെ അർദ്ധരാത്രിയിലുള്ള പ്രാർത്ഥന. ഈ 2 സമയങ്ങളിലുള്ള പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് മുത്തുനബി പഠിപ്പിച്ചത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം. പ്രത്യേകിച്ച് ആ പ്രാർത്ഥനയിൽ നമ്മുടെ പ്രാരംഭികവും ഭൗതികവുമായിരിക്കുന്ന കാര്യങ്ങൾ നാം അള്ളാഹുവിനോട് ചോദിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഉമ്മ ബാപ്പ മരണപ്പെട്ടു പോയവർ, നമ്മുടെ മുഅ്മിനാത്തുകൾ എല്ലാവരെയും ആ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന അത് നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കിയാൽ നമുക്ക് നല്ല സമാധാനമുണ്ടാകും, നമ്മുടെ മനസ്സിനൊരു സമാധാനമുണ്ടാകും. അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ പതിവാക്കേണ്ട ഒരുപാട് അദ്കാറുകളുണ്ട്, സിക്റുകളുണ്ട്. അതൊക്കെ അതിൻ്റെ സമയത്ത് തന്നെ നാം പതിവാക്കി അതിനെക്കുറിച്ചൊക്കെ നാം പഠിച്ച് നമ്മുടെ ജീവിതം ഒരു ചിട്ടപ്പെടുത്താൻ വേണ്ടി നാം ശ്രമിക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണിലാണ് നമ്മുടെ ജീവിതം. ഖുർആൻ മൊബൈൽ ഫോണിലാണ്, ദിക്റുകൾ മൊബൈൽ ഫോണിലാണ്, എല്ലാത്തിനും മൊബൈൽ ഫോണിലാണ്. അപ്പോൾ നാം ഫോണിന് ഒരു ലിമിറ്റ് വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിധി വെച്ചുകൊണ്ടായിരിക്കണം നാം ഉപയോഗിക്കേണ്ടത്. ഫോൺ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വീഡിയോ കാണുന്നതിന് നേരെ താഴെ ഹറാമായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കാം. അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ നമ്മുടെ നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യത്തിലേക്ക് മാത്രം നാം ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം. വെറുതെ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ടാവരുത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പ്രത്യേകം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനിക്ക് ഏറ്റവും അവൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് അസ്വിഹത്തു വൽ ഫറാഉ, അവൻ്റെ ആരോഗ്യവും ഒഴിവ് സമയവുമാണ് അവനെ നന്നാക്കുന്നതും അവനെ നശിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ ആ 2 സമയം നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് കൂടുതൽ അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യാനും നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് നാം കൂടുതൽ ആരാധന ചെയ്യാനും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനും നാം തയ്യാറാവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തൊരു സമാധാനമുണ്ടാകും, നല്ലൊരു റാഹത്തുണ്ടാകും. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഞാൻ എന്തെല്ലാം ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള ഒരു ആത്മവിചിന്തനം നടത്തിയാൽ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട് ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ ഞാൻ എന്തെല്ലാം ചെയ്തു, നല്ല കാര്യങ്ങൾ ചെയ്തു, എന്തെല്ലാം ഹറാമുകൾ നാം ചെയ്തു, ഹറാമാണോ കൂടുതൽ ചെയ്തത്, നല്ല കാര്യമാണോ കൂടുതൽ ചെയ്തത് എന്നിങ്ങനെ ചിന്തിച്ച് അതിനെക്കുറിച്ചൊരു വിലയിരുത്തൽ നടത്തിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല മാറ്റമുണ്ടാക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നോടും നിങ്ങളോടും കൂടിയുള്ള ഒരു ഉപദേശമായിട്ട് കരുതി നമ്മുടെ ജീവിതത്തിൽ ഇതൊന്ന് പ്രാവർത്തികമാക്കാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീഡിയോ
ലൈക്ക് ചെയ്യാതെയാണ് ഇതുവരെ കണ്ടിട്ടുള്ളതെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഇരുലോക വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.